സോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ക്രിക്കറ്റിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. ക്രിക്കറ്റിനെ പറ്റി ഒന്ന് പറഞ്ഞൂടെ? പിന്നെ എന്താ നിനക്കിഷ്ടം? ചോട്ടാ ഭീമാണോ? വാഴേ? അതേടാ, എനിക്ക് ചോട്ടാ ഭീമാണ് ഇഷ്ടം. അതിനിപ്പം നിനക്കെന്താ? നിനക്ക് വേറെ ഒന്നും അറിയാവോ? എന്തുമതി എനിക്കുള്ളതാണ്, കേട്ടോടാ. ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. സോ നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാനുള്ള അധികാരം. ഫോർ എക്സാമ്പിൾ K-pop. കേരളത്തിന് ഇതിന് 2 വശമുണ്ട്. ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന വശം, ഒന്ന് സപ്പോർട്ട് ചെയ്യാത്ത വശം. നിങ്ങൾക്കും K-pop ഇഷ്ടമാണോ? ഓക്കെ, കൂൾ. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. K-pop ഫാനാണോ നീ? കണ്ടില്ലേ, ആരും നമ്മളെ ഒന്നും പറയാൻ പോകുന്നില്ല. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ക്രിക്കറ്റിനോട് വലിയ ക്രേസാണ്, പ്രത്യേകിച്ചും IPL-നോട്. ചെന്നൈ സൂപ്പർ കിങ്സ് का बढ़िया विसल लड़ेंगे. दुनिया हिला देंगे हम, दुनिया हिला देंगे हम, अब दुनिया हिला दे हम. ക്രിക്കറ്റ് അല്ലാതെ യുവമാരോട് വേറെ എന്തെങ്കിലും ടോപ്പിക്ക് സംസാരിക്കാൻ പോയാൽ യുവമാരുടെ ഹണിമൂൺ കൊളാക്കിയതുപോലെയാണ് എന്നെ നോക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും പുതിയ ബെൻഡിന്റെ എപ്പിസോഡ് കണ്ടായിരുന്നോ? ദെൻ ഞാനും ക്രിക്കറ്റ് കാണാൻ തുടങ്ങി. എല്ലാ മാച്ചും കാണാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഹൈലൈറ്റ്സ് കണ്ടിട്ടാണ് മെയിനായിട്ട് ഷോ ഇറക്കാൻ നോക്കുന്നത്. ഡേ അളിയാ, ഇന്നലെ രോഹിത് ഒരു ഷോട്ട് അടിച്ചായിരുന്നു, കണ്ടായിരുന്നോ? സെറ്റായിരുന്നു. അല്ല, ഇന്നലെ അതിന് കളിയൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇന്നലത്തെ കളി കണ്ടില്ലായിരുന്നോ? സെറ്റ് കളിയായിരുന്നു. CSK വേഴ്സസ് മുംബൈ. അതിന് IPL തീർന്നിട്ട് 2 ആഴ്ച ആയല്ലോ. ചുമ്മാ ഹൈലൈറ്റ്സ് കണ്ടിട്ട് വന്നോളൂ, കിഴങ്ങേ. ആ സമയത്ത് എൻ്റെ ക്രിക്കറ്റ് നോളജ് ഇതാ ഇത്രയേ ഉള്ളൂ. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യൂ. ഓക്കെ, ദെൻ ബൈ.